ഹായ് ഫ്രണ്ട്സ്, റേഡിയോ ഹോം ബ്രൂവേഴ്സിൻ്റെ ഷാക്കിൽ അത്യാവശ്യം വേണ്ടിയിരുന്ന ഒരു എൽ സി മീറ്റർ ഉണ്ടാക്കുന്നതാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. VK3BHRൻ്റെ സൈറ്റിൽ കാണുന്ന വെരി ആക്യുറേറ്റ് എൽ സി മീറ്റർ എന്നതിൻ്റെ സർക്യൂട്ട് ആണിത്. 16F628A എന്ന പ്രോഗ്രാമബിൾ IC ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെരി ആക്യുറേറ്റ് എന്ന് പറയുമെങ്കിലും ആക്യുറേറ്റ് റീഡിംഗ് കിട്ടുന്നതിനായി ഇതിൻ്റെ ഓസിലേറ്റർ സെക്ഷനിൽ വിചരിക്കുന്ന ഇൻഡക്ടർ, കപ്പാസിറ്റർ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളവ വേണം ഉപയോഗിക്കാൻ. 100 മൈക്രോ ഹെൻറിയുടെ ഒരു കോയിലാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും 82 മൈക്രോ ഹെൻറിയുടെ ആയിരിക്കും കുറച്ചുകൂടെ ആക്യുറേറ്റ് റീഡിംഗ് തരുന്നത്. മാത്രമല്ല, ഇതിൽ ഉപയോഗിക്കുന്ന 2000 PF കപ്പാസിറ്റർ വളരെ സ്റ്റേബിൾ ആയിരിക്കണം. ഇതിനുള്ള PCB ആണിത്. ഒരു ഹാം ഫ്രണ്ട് സുനിൽ ആണ് ഈ PCB ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കമ്പോണൻസ് മാത്രമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതും. 5 വോൾട്ട് റെഗുലേറ്റർ IC ട്രാക്ക് സൈഡിൽ പിടിപ്പിക്കുന്നതായിരിക്കും കൂടുതൽ സ്യൂട്ടബിൾ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 5 വോൾട്ടിൻ്റെ ഒരു റിലേ ആണ്. 5 വോൾട്ട് റിലേ കിട്ടുന്നില്ലെങ്കിൽ 12 വോൾട്ട് റിലേയും ഉപയോഗിക്കാം. അതിനായി ഒരു ട്രാൻസിസ്റ്റർ അഡീഷണൽ ഫിറ്റ് ചെയ്യണം. അവിടെ ഉപയോഗിക്കുന്ന ബ്ലീഡർ റെസിസ്റ്റർ ഈ ബോർഡ് പ്രകാരം തിരിഞ്ഞു പോയി അത് പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ അത്യാവശ്യമായ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ആ 2 പോൾ സ്വിച്ചാണ്. LC ഇൻഡക്ടറും കപ്പാസിറ്ററും മാറുന്നതിനുള്ള സ്വിച്ച്, അത് നല്ല ക്വാളിറ്റിയുള്ള സ്വിച്ച് ഉപയോഗിക്കണം. സർക്യൂട്ട് അസംബ്ലിങ്ങിൻ്റെ മറ്റൊരു മെയിൻ ഭാഗം എന്ന് പറയുന്നത് സ്വിച്ചിലേക്ക് കൊടുക്കുന്ന വയറിംഗ് ആണ്. വയറിൻ്റെ ലെങ്ത് മാക്സിമം കുറച്ച് ഉപയോഗിക്കുക. LC മീറ്റർ ഒരു ചെറിയ ബോക്സിൽ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ രൂപത്തിലുണ്ട്. അതിനു വേണ്ടിയിട്ട് 4 ജമ്പർ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. F2, F1, F3, F4. F1 പിൻ എന്ന് പറയുന്നത് ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി കാണുവാനുള്ളതാണ്. ഏകദേശം 50,000 അടുത്ത് ഫ്രീക്വൻസി വേണം. അതുപോലെ F2 പിന്നിൽ ഷോർട്ട് ചെയ്യുമ്പോൾ F1 പിന്നിൽ കണ്ടതിൻ്റെ 71% എങ്കിലും ഫ്രീക്വൻസി വേണം. കാലിബ്രേഷനായിട്ട് F3 പിൻ കപ്പാസിറ്റർ വാല്യൂ കുറയ്ക്കുവാനും F4 പിൻ കപ്പാസിറ്ററിൻ്റെ വാല്യൂ കൂട്ടുവാനുമുള്ളതാണ്. അറിയാവുന്ന വാല്യൂള്ളൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്തതിന് ശേഷം ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യുകയും കപ്പാസിറ്റർ വാല്യൂ കറക്റ്റാക്കി വയ്ക്കുക. അപ്പോൾ കാലിബ്രേഷൻ ഓക്കെ ആയി കഴിഞ്ഞു. കപ്പാസിറ്ററിൻ്റെ വാല്യൂ വച്ച് കാലിബ്രേറ്റ് ചെയ്താൽ മാത്രം മതി. ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ ഓട്ടോമാറ്റിക്കായി കാലിബ്രേറ്റ് ആയിക്കോളും. ഒരു മൾട്ടിമീറ്ററിൻ്റെ സഹായത്തോടുകൂടി ഏതെങ്കിലും ഒരു കപ്പാസിറ്ററിൻ്റെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കുക. ഈ കപ്പാസിറ്റർ LC മീറ്ററിൽ വെച്ച് കാലിബ്രേറ്റ് ചെയ്യുക. ഈ LC മീറ്റർ ഉപയോഗിക്കുന്നതിന് മുന്നേ പവർ കൊടുത്ത് ഒരു 5 മിനിറ്റോളം ഫ്രീ റൺ ചെയ്യുക. അതിനുശേഷം ഓരോ വാല്യൂ ചെയ്യുന്നതിന് മുന്നേയും അതിൻ്റെ കാലിബ്രേഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇൻഡക്ടർ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഈ 2 ലീഡുകൾ തമ്മിൽ ഷോർട്ട് ചെയ്യുക. അതിനുശേഷം കാലിബ്രേഷൻ ബട്ടൺ പല പ്രാവശ്യം ഞെക്കിവിട്ട് L0 കാണിക്കുന്നതും വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അളക്കേണ്ട ഇൻഡക്ടർ വെച്ച് വാല്യൂ കണ്ടുപിടിക്കുക. നല്ല കൃത്യതയുള്ള റീഡിങ് തരുവാനായി ഓസിലേറ്റർ സെക്ഷനിൽ ഉപയോഗിക്കുന്ന കമ്പോണൻസുകൾ, പ്രത്യേകിച്ച് 82 മൈക്രോ ഹെൻറിയിലുള്ള ഇൻഡക്ടറും 1000 PFൻ്റെ കപ്പാസിറ്ററും നല്ല ക്വാളിറ്റി ഉള്ളത് ഉപയോഗിക്കുക.
ഇല്ലെങ്കിൽ ഫ്രീക്വൻസി ഷിഫ്റ്റ് ആവുകയും നമ്മൾ റീഡ് ചെയ്യുന്ന വാല്യൂ തെറ്റിപ്പോകാനും സാധ്യതയുണ്ട്. LC മീറ്ററിൽ കൊടുത്തിരിക്കുന്ന സ്വിച്ചിൻ്റെ കണക്ഷൻ ആണിത്. ഇത് വളരെ ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ. പലതരത്തിലുള്ള PCB ലേഔട്ട് ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. LC മീറ്റർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആ ബോക്സ് വളരെ ചെറുതാണെന്ന് തോന്നി. അതുകൊണ്ട് അതിന് വലിയൊരു ബോക്സിലേക്ക് മാറ്റി. ഇത് വളരെ സൗകര്യപ്രദമായി തോന്നുന്നുണ്ട്. ഈ LC മീറ്റർ ഒരു ഹോം ബ്രൂവറെ സംബന്ധിച്ച് വളരെയേറെ പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. വളരെ കൃത്യമായ റീഡിംഗ് ആണ് ഇത് തരുന്നത്. ഇതുപോലെ 2 ക്ലിപ്പ് പിടിപ്പിക്കുകയാണെങ്കിൽ ടെസ്റ്റിംഗ് പ്രോബായിട്ട് ഉപയോഗിക്കാം. ഇത്തരം പ്രോബുകളുടെ നീളം വളരെ കുറവാക്കി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ പ്രാവശ്യവും മെഷർ ചെയ്യുന്നതിന് മുന്നേ കാലിബ്രേഷൻ ബട്ടൺ പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.